ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ആണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 69 പ്രോബ്ലംസ് ആണ്. നമുക്ക് 5 പ്രോബ്ലംസ് ആണുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ബിലോ അക്കോർഡിംഗ് ടു പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നമ്പറിന് ഇപ്പം 181 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്, ഇത് ഹൺഡ്രഡ്സ് ആണ് പ്ലേസ് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഡെസിമൽ ഫോംസിനും പ്ലേസുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ 4.28 എന്ന് പറയുമ്പോൾ ഇത് 4 എന്ന് പറയുന്നത് എന്താണ്? വൺസ് പ്ലേസ് ആണ്. ഇനി ഡെസിമൽസിൻ്റെ വരുമ്പോൾ എങ്ങനെയാണ്? 1/10 ആണ് പ്ലേസ് വരുന്നത്. ഓക്കെ, 1/10, 1/100, 1/1000 ഇങ്ങനെയാണ് ഡെസിമൽ ഫോംസിൻ്റെ പ്ലേസ് വരുന്നത്. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഓക്കെ, 4.5 ആണ്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്താൽ നമ്മൾ 2 രീതിയിൽ എഴുതണം. ബോക്സിലാക്കിയിട്ട് എഴുതണം, അല്ലാതെ എഴുതണം. അപ്പോൾ നമുക്ക് 4.5 എന്ന് പറയുമ്പം നമുക്ക് 4 എന്ന് പറയുമ്പം 4.5, 4 എന്ന് പറയുമ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസ് ആണ്. 5 എന്ന് പറയുമ്പോൾ 1/10 ആണ് പ്ലേസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 1 + 5 × 1/10 ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്? 4 × 1, 4ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. 5 × 1/10, 5ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? 5ൻ്റെ പ്ലേസ് വാല്യൂ 1/10 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് വേറൊരു രീതിയിലും കൂടി എഴുതണം. ബോക്സ് വരച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ബോക്സ് വരയ്ക്കുക. ഓക്കെ, 2 റോസും വേണം നമുക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ കോളംസും നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ 4.5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സിൻ്റെ വൺസ് പ്ലേസ് 10 പ്ലേസ് അങ്ങനെ പോകും. ഡെസിമൽ ആണെച്ചാൽ 1/10, 1/100. ഓക്കെ, ഇവിടെ നമ്മൾ 4 എവിടെ എഴുതേണ്ടത്? വൺസിൻ്റെ പ്ലേസിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 4 എന്ന് എഴുതി. ഇനി 5 എവിടെയാണ് എഴുതേണ്ടത്? 1/10ൻ്റെ പ്ലേസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. 2 രീതിയിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 4.57 അല്ലേ? 4.57 ആണ്. 4.57 നമ്മൾ എങ്ങനെ എഴുതും? 4ൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 1 ആണ്. 5ൻ്റെ എത്രയാണ്? 1/10 ആണ്. 7ൻ്റെ എത്രയാണ്? 1/100 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാം. ഓക്കെ, 4.57. ഓക്കെ, അപ്പോൾ നമ്മൾ 4 × 1 പ്ലസ്, ഇനി 5ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 5 × 1/10, 5 × 1/10 പ്ലസ് 7ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 7 × 1/100. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളെങ്ങനെയാണ് എഴുതേണ്ടത്? 4 × 1, 4ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്, അതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. പ്ലസ് 5ൻ്റെ പ്ലേസ് വാല്യൂ 1/10 ആണ്. 5 × 1/10 പ്ലസ് 7 × 1/100. ഓക്കെ, ഇനി നമുക്ക് ബോക്സ് വരച്ചിട്ടും ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എഴുതാം. 4.57 ആണ്. അപ്പം വൺസ് ടെൻസ് നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി. ഡെസിമൽ വരുമ്പോൾ 1/10, 1/100. ഓക്കെ, ഇനി 4 നമ്മൾ എവിടെ എഴുതും? 4 ഇവിടെ എഴുതും. 5 എവിടെ എഴുതും? 1/10 എഴുതും. അതായത് 1/10 ആണ് 5ൻ്റെ പ്ലേസ് വാല്യൂ. ഇനി 7ൻ്റെ പ്ലേസ് വാല്യൂ ഏതാണ്? 1/100. അപ്പോൾ നമ്മുടെ ആൻസർ ഇങ്ങനെ ആയിരിക്കും ബോക്സിൽ എഴുതിയാൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 4.572. 4.572. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 4ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. അപ്പോൾ 4 × 1. 5ൻ്റെ പ്ലേസ് വാല്യൂ 5 × 1/10. ഓക്കെ, പ്ലസ് 7ൻ്റെ പ്ലേസ് വാല്യൂ 1/100. ഓക്കെ, പ്ലസ് എഴുതണം, മസ്റ്റാണ്. ഇനി 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 2 × 1/1000. അപ്പോൾ മനസ്സിലായല്ലോ? 10, 1/10, 1/100, 1/1000, 1/10,000 അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. 4 × 1, 4 × 1 എന്ന് പറഞ്ഞാൽ 4ൻ്റെ പ്ലേസ് വാല്യൂ 1, 5 × 1/10 അതായത് 1/10, 7 × 1/100, 2 × 1/1000. ഇനി ഇതിനെ നമുക്ക് എന്തിൽ എഴുതണം? ബോക്സിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സ് വരയ്ക്കാം. ഓക്കെ, ബോക്സ് വരച്ചു. എന്നിട്ട്
നമ്മൾ കോളംസൊക്കെ അടയാളപ്പെടുത്തി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 4.572. ഓക്കെ, അപ്പോൾ നമ്മൾ 1, 10, 100 ഇതാണ് നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ. ഡെസിമലിൻ്റെ 1/10, 1/100, 1/1000. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇനി 4 എന്ന് പറയുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 4. ഓക്കെ, ഇനി 5 എവിടെ എഴുതും? 1/10ൻ്റെ പ്ലേസിൽ. 7 എവിടെ എഴുതും? 1/100ൻ്റെ പ്ലേസിൽ. 1/1000ൻ്റെ പ്ലേസിൽ നമ്മൾ എന്താ എഴുതുക? 2 ആണ് എഴുതുക. അപ്പോൾ ബോക്സിൽ എഴുതുന്നത് വളരെ എളുപ്പമാണ്, കൺഫ്യൂഷനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യനാണ്, അത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? 45.72. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത 4 വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 2 പ്ലേസ് വാല്യൂ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം 5ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്, 4ൻ്റെ എന്താണ് 10 ആണ്. അപ്പോൾ അഗെയിൻ ഇവിടെ വരുമ്പോൾ 1/10ഉം 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/100 ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ എഴുതാം? 45.72 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 10 + 5 × 5ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1 ആണ്. പ്ലസ് 7ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/10 ആണ്. 7 × 1/10 പ്ലസ് 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/100 ആണ്. 2 × 1/100. ഓക്കെ, ഇനി നമുക്കിത് ബോക്സിലാക്കി എഴുതാം. ബോക്സിലാക്കി എഴുതുമ്പോൾ നമ്മൾ ബോക്സൊക്കെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 45.72 ആണ്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സിൻ്റെ നമ്മൾ 1, 10 ഇട്ടു. ഇവിടെ 1/10, 1/100, 1/1000. ഓക്കെ, 1/1000. അപ്പോൾ നമ്മൾ 4ൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 5 എഴുതും, 10സിൻ്റെ പ്ലേസിൽ 4 എഴുതും. പിന്നെ 1/10ൽ എന്താ എഴുതുക? 7 എഴുതും. പിന്നെ 1/100ൻ്റെ അവിടെ എന്താ എഴുതുക? 2 എഴുതും. ഇങ്ങനെയാണ് നമ്മുടെ സ്പ്ലിറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? 457.2. ഓക്കെ, 457.2. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 1, 10, 100 അല്ലേ? 1, 10, 100. ഇത് 1/10. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4 × എങ്ങനെ എഴുതും? 4 × 4ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 100 ആണ്. ഓക്കെ, ഇനി 5 × 5ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? 10 ആണ്. 7 × 1, 7ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. പ്ലസ് 2ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1/10. ഓക്കെ, 1/10. ഇനി നമുക്ക് ഇത് ബോക്സിൽ എഴുതാം. ബോക്സിൽ എഴുതുമ്പോൾ ബോക്സ് നല്ല വൃത്തിക്ക് വരയ്ക്കുക. ഇതേപോലെയൊന്നല്ല, നല്ല വൃത്തിക്ക് വരയ്ക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. 457.2. ഓക്കെ, അപ്പോൾ നമുക്ക് 1, 10, 100. ഓക്കെ, ഇവിടെ വരും 1/10, 1/100, 1/1000 അങ്ങനെ പോകും. ഓക്കെ, ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ നമ്മൾ എന്താ എഴുതുക? 7 ആണ് എഴുതുക. 5ൻ്റെ പ്ലേസിൽ 10ൻ്റെ പ്ലേസിൽ 5 എഴുതും. 100ൻ്റെ പ്ലേസിൽ 4 ആണ്. 4ൻ്റെ പ്ലേസ് വാല്യൂ 100 ആണ്. 5ൻ്റെ പ്ലേസ് വാല്യൂ 10 ആണ്. 7ൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. ഇനി നമുക്ക് 2ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? 1/10. അപ്പോൾ നമ്മുടെ ബോക്സ് ഫില്ലായി. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും എക്സാമിന് വരാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റിലും അതേപോലെ തന്നെ വരുന്ന സെക്കൻഡ് സെമറ്റീവ് ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് വരാവുന്ന, പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പേജ് നമ്പർ 69 ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേജ് നമ്പർ 71 ആണ്. അപ്പോൾ നമുക്ക് അതിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഈ ചാനൽ, ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് അനാലിസിസ് ചെയ്ത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണ് നിങ്ങൾ അമർത്തി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ
മാത്സിലെ 5ാമത്തെ ചാപ്റ്ററാണ്. അതിൽ ഡെസിമൽ ഫോംസിൽ ആദ്യത്തെ പേജ് നമ്പർ 69 പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 പ്രോബ്ലംസാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ